നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന ധനകാര്യസ്ഥിതി വ്യക്തമാക്കിയുള്ള ധവളപത്രം പുറത്തിറക്കി സർക്കാർ. ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയെന്നും ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ധവളപത്രം പുറത്തിറക്കിയതിനു പിന്നാലെ സഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര്. മുന്നറിയിപ്പില്ലാതെ CCTVയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ KSEBയുടെ തൊഴിലാളികൾ മുറിച്ച് നശിപ്പിച്ച നിലയിൽ. സംഭവം ആർത്താറ്റ് സിംഹാസനപ്പള്ളിക്ക് മുന്നിൽ. ഇതോടെ മേഖലയിൽ വ്യാപകമായി ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കണക്ഷനുകൾ നിശ്ചലമായി. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം ഉയരുന്നു. പേരക്കുട്ടിയെ തെരഞ്ഞ വീട്ടിലെത്തിയ പോലീസ് അമ്മൂമ്മയെ മർദ്ദിച്ചതായി പരാതി. പോലീസ് അതിക്രമത്തിൽ മർദ്ദനമേറ്റ ഗുരുവായൂർ താമരയൂർ രായമരക്കാർ വീട്ടിൽ പരേതനായ മോനുണിയുടെ ഭാര്യ 65 വയസ്സുള്ള ജമീലയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോപണങ്ങൾ നിഷേധിച്ച പോലീസ്. മോദി രാജ്യം ഭരിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ ആർ ബിന്ദു. ഇന്ധന വില വർധനവിനെതിരെ കുന്നംകുളം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. CPM നേതൃത്വത്തിൽ ചാവക്കാട് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് ശ്മശാന നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പഞ്ചായത്ത് കമ്മിറ്റി ഉപവാസ സമരം നടത്തി. BJPയുമായി ഇടതും വലതും ഡീലാണെന്ന് പരസ്പരം പറഞ്ഞു നടക്കുന്നവർ യഥാർത്ഥത്തിൽ പഞ്ചായത്തിലുള്ള UDF LDF ഡീൽ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന സമിതി അംഗം ദയാനന്ദൻ മാമ്പുള്ളി ആരോപിച്ചു. വിശദമായ വാർത്തയിലേക്ക്. മുന്നറിയിപ്പില്ലാതെ CCTVയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ KSEBയുടെ തൊഴിലാളികൾ മുറിച്ച് നശിപ്പിച്ച നിലയിൽ. ഇതോടെ മേഖലയിൽ വ്യാപകമായി ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കണക്ഷനുകൾ നിശ്ചലമായി. സംഭവത്തിൽ പ്രതിഷേധം ഉയരുന്നു. ആർത്താറ്റ് സിംഹാസനപ്പള്ളിക്ക് സമീപമാണ് കേരള വിഷന് കീഴിലുള്ള CCTVയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ മുറിച്ച് നശിപ്പിച്ചത്. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. ഇതോടെ മേഖലയിലെ കേബിൾ TV ബ്രോഡ്ബാൻഡ് സംവിധാനം തടസ്സപ്പെട്ടു. പ്രദേശത്ത് ഇലക്ട്രിക്കൽ പോസ്റ്റ് മാറ്റുന്ന പ്രവൃത്തി നടന്നിരുന്നു. ഇതിനിടെയാണ് സംഭവമെന്ന് കരുതുന്നു. സാധാരണയായി പോസ്റ്റുകൾ മാറ്റുന്ന സമയത്തും മറ്റ് ഇലക്ട്രിക്കൽ തകരാറുകൾ പരിഹരിക്കുന്ന സമയത്തും കേബിൾ TVയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓപ്പറേറ്റർമാരെ അറിയിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇതിനായി വാട്സ്ആപ്പ് ഗ്രൂപ്പും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ആർത്താറ്റ് പോസ്റ്റ് മാറ്റുന്ന കാര്യം തങ്ങളെ അറിയിച്ചില്ലെന്ന് ബന്ധപ്പെട്ട കേബിൾ TV ഓപ്പറേറ്റർമാർ പറഞ്ഞു. സംസ്ഥാന വ്യാപകമായി എല്ലാ ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിലും മേഖലയിലെ പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്റർമാരെ ഉൾപ്പെടുത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പ് തന്നെ നിലവിലുണ്ട്. എന്നാൽ ആശയവിനിമയത്തിൽ വന്ന അപാകതയാണ് ആർത്താറ്റ് കേബിൾ മുറിച്ചു മാറ്റുന്നതിലേക്ക് എത്തിച്ചത്. ഇക്കാര്യത്തിൽ വിഷയത്തിന്റെ ഗൗരവവും സ്ഥാപനത്തിന്റെ പരാതിയും ബന്ധപ്പെട്ട KSEB അധികൃതരെ രേഖാമൂലം ബോധ്യപ്പെടുത്തുമെന്ന് CCTV മാനേജ്മെന്റ് അറിയിച്ചു. സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. 48,733 കോടിയുടെ കുടിശ്ശിക ബാധ്യതകൾ പുതിയ സർക്കാർ ഏറ്റെടുത്തു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായി ചെലവാക്കുന്നു. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണെന്നും ധവളപത്രം വ്യക്തമാക്കുന്നു. കിഫ്ബിക്ക് 21,000 കോടിയുടെ വായ്പാ ബാധ്യത ഉണ്ടെന്നും ധവളപത്രം വ്യക്തമാക്കി. ധവളപത്രം പുറത്തിറക്കിയതിന് പിന്നാലെ സഭയിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ വാക്പോര്. ധവളപത്രം തയ്യാറാക്കിയത് ധനവകുപ്പല്ലെന്നും ഇത് പൊളിറ്റിക്കൽ രേഖയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. മുൻ ധവളപത്രങ്ങൾ പൊളിറ്റിക്കൽ രേഖയായിരുന്നെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തിന് പിന്നാലെയാണ് വാക്പോര് ആരംഭിച്ചത്. അതേസമയം പ്രതിപക്ഷ നേതാവിന്റേത് രാഷ്ട്രീയ പ്രസ്താവനയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ മറുപടി പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന് മുൻവിധിയാണെന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുൻ ധവളപത്രങ്ങൾ പൊളിറ്റിക്കൽ രേഖയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനാണ് മറുപടി നൽകിയതെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കി. നിങ്ങളുടെ നയം പിന്തുടരാനല്ല ജനം ഞങ്ങളെ ജയിപ്പിച്ചതെന്ന് VD സതീശൻ പറഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് എന്തുമാകാമെന്ന് മുഖ്യമന്ത്രി പറയുന്നത് ശരിയല്ലെന്ന് പിണറായി വിജയനും പറഞ്ഞു. പേരക്കുട്ടി
കുട്ടിയെ തെരഞ്ഞ് വീട്ടിലെത്തിയ പോലീസ് അമ്മൂമ്മയെ മർദ്ദിച്ചതായി പരാതി. പോലീസ് അതിക്രമത്തിൽ മർദ്ദനമേറ്റ ഗുരുവായൂർ താമരയൂർ രായമരക്കാർ വീട്ടിൽ പരേതനായ മോനുണ്ണിയുടെ ഭാര്യ 65 വയസ്സുള്ള ജമീലയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. ജമീലയുടെ മകൾ നൌഷജയുടെ മകൻ റിസാലിനെ തെരഞ്ഞാണ് ഗുരുവായൂർ പോലീസ് ഇവരുടെ വീട്ടിലെത്തിയത്. അടിപിടി കേസിൽ ഉൾപ്പെട്ട റിസാൽ വീട്ടിലില്ല എന്ന് പറഞ്ഞിട്ടും പോലീസ് അത് വകവയ്ക്കാതെ വീടിനകത്ത് കയറി പരിശോധന നടത്തുകയായിരുന്നു. തുടർന്ന് റിസാലിന്റെ മുറിയിൽ കയറിയ പോലീസ് അലമാര തുറന്ന് പരിശോധിക്കാൻ ശ്രമിച്ചു. ഇത് ചോദ്യം ചെയ്തതിനാണ് ഇവരോട് പോലീസ് ക്രൂരത കാട്ടിയത്. അലമാര തുറക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ച ജമീലയുടെ കവിളിൽ കൂട്ടിപ്പിടിച്ച് പോലീസ് നിലത്തേക്ക് തള്ളിയിടുകയായിരുന്നുവെന്ന് ആശുപത്രിയിൽ കഴിയുന്ന ജമീല പറഞ്ഞു. അങ്ങനെ കാക്കിരാത്ത ആളകത്ത് കടന്ന് അളമാരി തുറക്കാൻ നോക്കുമ്പോ ഞാൻ ഓടിച്ചെന്ന് എന്തിനാണ് അളമാരി തുറക്കണ് എന്ന് ചോദിച്ചു. അതോടുകൂടി ഇന്നങ്ങനെ പിടിച്ച് ഒരൊറ്റ തള്ളു. ആ തള്ളില് ഞാൻ ഇരിക്കും, തല വീണു. പിന്നെ എന്തുണ്ടായി എന്നൊക്കെ അറിയില്ല. പിന്നെ നിക്കാൻ പറ്റണില്ല. അതോടുകൂടി അയാൾ പോയി. വീഴ്ചയുടെ ആഘാതത്തിൽ ജമീലയ്ക്ക് പിന്നീട് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ഈ സമയത്ത് ജമീല തനിച്ചായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. പിന്നീട് മക്കളെത്തി ഉമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ വാഹനത്തിൽ കയറ്റുന്നതിനിടെയും പോലീസുകാർ വീണ്ടുമെത്തി വാതിൽ തുറക്കാനാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായും ഇവർ പറഞ്ഞു. വീണ്ടും അവരൊരു കാറിൽ വന്നു, 4-5 ആള്. ആ വാതില് പൂട്ടിയ വാതില് തുറക്കാൻ പറഞ്ഞ അവര്. അപ്പൊ എന്റെ മോള് പറഞ്ഞ് തുറക്കാൻ പറ്റില്ല, ഞങ്ങള് ഹോസ്പിറ്റലിൽ, എന്റെ ഉമ്മാക്ക് സീരിയസ് ആണ്, ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. പരിക്കേറ്റ ജമീലയെ ആദ്യം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. എന്നാൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് പിന്നീട് ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പോലീസിന്റെ തള്ളലേറ്റ് വീണതിനെ തുടർന്ന് ഗർഭപാത്രത്തിന് ഇളക്കം സംഭവിച്ചിട്ടുണ്ടെന്നും മൂത്രം പോകാൻ കടുത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നഗ്നമായ മനുഷ്യാവകാശ ലംഘനത്തിനും അതിക്രമത്തിനും എതിരെ മുഖ്യമന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പരാതി നൽകുമെന്ന് മകൻ നൌഷാദ് പറഞ്ഞു. ഇന്നലെ ഒരു 5 മണി 5:30 കൂടിയിട്ട് ഗുരുവായൂർ പോലീസ് വന്നിട്ട് എന്റെ പെങ്ങളെ മകനായിട്ട് എന്തൊരു ചെറിയ വിഷയത്തിന്റെ പേരിൽ വന്ന് പെങ്ങളെ മകൻ അവിടെ ഉണ്ടോന്ന് പോലീസ് ചോദിച്ചു നോക്കുമ്പോൾ ഉമ്മ പറഞ്ഞു ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂന്ന്. അങ്ങനെ ഗുരുവായൂർ പോലീസ് അകത്ത് കയറി ഉമ്മാനെ മർദ്ദിച്ചു. ഉമ്മ സുഖമില്ലാത്ത ഒരാളാണ്, ഉമ്മാനെ പിടിച്ച് തള്ളിയിട്ടു. ഇത് ഞങ്ങൾ ഏത് അറ്റം വരെ ഞങ്ങൾ പോകും. ഇത് മുഖ്യമന്ത്രിക്കാണ് ഞങ്ങൾ പരാതി കൊടുക്കുന്നത്. ഇനി ഈ ഒരു അനുഭവം ഒരാൾക്കും ഇനി ഉണ്ടാവരുത്. എന്നാൽ അതേസമയം ആരോപണങ്ങൾ പോലീസ് നിഷേധിച്ചു. അന്വേഷണത്തിനായി വീട്ടിൽ ചെന്നിരുന്നുവെന്ന് സമ്മതിച്ച പോലീസ് ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും മർദ്ദനമോ മറ്റു സംഭവങ്ങളോ ഉണ്ടായിട്ടില്ലെന്നും വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം മരത്തങ്കോട് 3.5 വയസ്സുകാരി ഇലക്ട്രിക് ഓട്ടോയ്ക്കൊപ്പം കിണറ്റിൽ വീണ സംഭവത്തിൽ കിണറിനകത്ത് കുടുങ്ങിയ ഓട്ടോറിക്ഷ പുറത്തെടുത്തു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 3:00-ഓടെയാണ് മരത്തങ്കോട് അമ്പലപ്പള്ളിക്ക് സമീപം അപകടമുണ്ടായത്. സംഭവത്തിൽ കിടങ്ങൂർ ചിറ്റിലപ്പിള്ളി വിന്നി സീമ ദമ്പതികളുടെ മകൾ എൽസ നിസാര പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു. അമ്മ വീട്ടിൽ താമസിക്കുന്ന കുട്ടി ഓട്ടോ തൊഴിലാളിയായ മാതൃപിതാവ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോയിൽ കയറി കളിക്കുകയും അബദ്ധവശാൽ വാഹനം ഓണായി മുന്നോട്ടു നീങ്ങി കിണറ്റിൽ വീഴുകയുമായിരുന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ സമീപത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന AKG നഗർ സ്വദേശി മോഹനനാണ് കുഞ്ഞിനെ കിണറ്റിലിറങ്ങി രക്ഷപ്പെടുത്തിയത്. കുട്ടിയുടെ വസ്ത്രം ഓട്ടോയുടെ വാതിലിൽ കുരുങ്ങിയതാണ് തുണയായത്. കിണറിനകത്ത് വീണ ഓട്ടോ ബുധനാഴ്ച രാത്രിയോടെ ക്രെയിൻ എത്തിച്ചാണ് പുറത്തെടുത്തത്. ഓട്ടോറിക്ഷയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് മോദി രാജ്യം ഭരിക്കുന്നതെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ ആർ ബിന്ദു. ഇന്ധന വില വർധനവിനെതിരെ CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിന്ദു ടീച്ചർ. മാസത്തിൽ നിരവധി തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. BJPക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി കോടികൾ നൽകുന്ന കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിലപാടിൽ മോദി ഭരണകൂടം മൗനം തുടരുകയാണ്. രണ്ടാം UPA സർക്കാരാണ് വില നിർണയത്തിനുള്ള അധികാരം എണ്ണ കമ്പനികൾക്ക് നൽകിയത്. ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന കോൺഗ്രസിന്റെ നയം പിന്തുടർന്നാണ് മോദി സർക്കാരും ജനങ്ങൾക്കുമേൽ ഇന്ധന വിലവർദ്ധനവ് അടിച്ചേൽപ്പിക്കുന്നത്. ജനജീവിതം ദുസ്സഹമാക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ശക്തമായ ജനവികാരം ഉയർന്നുവരണമെന്നും പ്രൊഫസർ ബിന്ദു വ്യക്തമാക്കി. പ്രധാനപ്പെട്ട നിയന്ത്രണം ഗവൺമെന്റിന്റെ കീഴിലായിരുന്ന ഓയിൽ പൂൾ അക്കൗണ്ട് വേണ്ട എന്ന തീരുമാനമെടുത്തത്
രണ്ടാം UPA സർക്കാരിന്റെ കാലത്താണ് എന്ന് കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർമ്മിച്ചു പോകേണ്ടതുണ്ട്. UPA സർക്കാർ ആരംഭിച്ച ഉദാരവൽക്കരണ ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങൾ അത്യുത്സാഹത്തോടെ ഊർജ്ജസ്വലതയോടെ ഇന്ത്യൻ മണ്ണിൽ അതിദ്രുതം മുന്നോട്ട് കൊണ്ടുപോകുന്ന RSS, BJP സംഘപരിവാര ശക്തികൾ വളരെയേറെ വിനീത വിധേയരായി പെട്രോൾ ഡീസൽ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അംബാനി ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികൾക്ക് എല്ലാ വിധത്തിലും വിടുപണി ചെയ്യുന്ന അനുഭവങ്ങളാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കുന്നംകുളം BSNL ഓഫീസിനു മുന്നിൽ സംഘടിപ്പിച്ച ജനകീയ പ്രക്ഷോഭത്തിൽ CPIM ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PG ജയപ്രകാശ്, MB പ്രവീൺ, പുഷ്പ ജോൺ, സീതാ രവീന്ദ്രൻ, പത്മ വേണുഗോപാൽ, ആൻസി വില്യംസ്, CK ലിജേഷ്, KB ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്നാരംഭിച്ച മാർച്ച് BSNL ഓഫീസ് പരിസരത്ത് സമാപിച്ചു. ശക്തമായ മഴയുണ്ടായിരുന്നുവെങ്കിലും അത് വകവയ്ക്കാതെ നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു. CCTV വിദ്യാഭ്യാസ പുരസ്കാരം അപേക്ഷാ സമർപ്പണത്തിന് ഇനി 6 ദിവസം കൂടി മാത്രം അവസരം. CCTVയുടെ 20ാമത് വിദ്യാഭ്യാസ പുരസ്കാരത്തിനായും സ്കോളർഷിപ്പിനായുമുള്ള അപേക്ഷകൾ ഇപ്പോഴും സമർപ്പിക്കാം. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ CCTV വരിക്കാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ പുരസ്കാരത്തിനായും +2 പരീക്ഷയിൽ 80% മാർക്ക് നേടിയ നിർധന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനായും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനുമായി പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്ററെ സമീപിക്കുക. ജൂൺ 10 അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി. ജൂൺ മാസം 20 ശനിയാഴ്ച കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പുരസ്കാര ജേതാക്കൾക്ക് ക്യാഷ് അവാർഡും ഫലകവും സമ്മാനിക്കും. തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി ഒറ്റത്തവണയായി സ്കോളർഷിപ്പ് നൽകും. ജനജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്നും BJPയും കോൺഗ്രസും ഒളിച്ചോടുന്നുവെന്ന് CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ഇന്ധന വില വർധനവിനെതിരെ CPM മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ ദ്രോഹിക്കുന്ന നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിൽ BJPയും കോൺഗ്രസും ഒരേ തൂവൽ പക്ഷികളാണ്. 2004-ൽ 33.75 പൈസയുണ്ടായിരുന്ന പെട്രോൾ വില ഇന്ന് 115 രൂപയിൽ എത്തി നിൽക്കുകയാണ്. ഇന്ധനവില വർധനവ് കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ കോർപ്പറേറ്റുകൾക്ക് ലാഭം ലഭിക്കുന്നതിൻ്റെ സന്തോഷമാണ് മോദിക്കുള്ളത്. പാചകവാതകത്തിൻ്റെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില കൂട്ടി ജനങ്ങളെ ദുരിതത്തിലാക്കിയതിൻ്റെ യാതൊരു കുറ്റബോധവും ഇല്ലാത്തവരാണ് രാജ്യത്തെ ഭരണാധികാരികളെന്നും അബ്ദുൽ ഖാദർ കൂട്ടിച്ചേർത്തു. 2004-ൽ 1 ലിറ്റർ പെട്രോളിൻ്റെ വില 33 രൂപ 75 പൈസയായി. 2017-ൽ അത് 72 രൂപയായിട്ട് കൂട്ടി. ഇപ്പോൾ 115 രൂപ കൊടുത്താലേ 1 ലിറ്റർ പെട്രോൾ കിട്ടുകയുള്ളൂ. ഡീസലിൻ്റെ വില ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. ആർക്കാണ് ഇതിൻ്റെ ലാഭം? ഞാൻ ഈ രാജ്യത്തെ BJP അനുഭാവികളായിട്ടുള്ള സാധാരണ ജനങ്ങളോട് ചോദിക്കുന്നു, വിലക്കയറ്റം ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന ഒന്നാണോ? നിങ്ങളെയും ബാധിക്കുന്നു, നമ്മളെ എല്ലാം ബാധിക്കുന്നു. വെങ്കിടങ്ങ് BSNL ഓഫീസിലേക്ക് നടത്തിയ ജനകീയ പ്രക്ഷോഭത്തിൽ ഏരിയ സെക്രട്ടറി PA രമേശൻ അധ്യക്ഷനായി. VN സുർജിത്ത്, VG സുബ്രഹ്മണ്യൻ, PG സുബിദാസ്, AK ഹുസൈൻ, KR ബാബുരാജ്, KK ബാബു, TI ചാക്കോ, ഷീജ രാജീവ്, പ്രേംശങ്കർ അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. വെങ്കിടങ്ങ് സെന്ററിൽ നിന്നാരംഭിച്ച മാർച്ച് BSNL ഓഫീസിന് മുമ്പിൽ സമാപിച്ചു. 100 കണക്കിന് പ്രവർത്തകർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. പെട്രോൾ, ഡീസൽ, പാചകവാതക വില വർധനവ് പിൻവലിക്കുക, അതിരൂക്ഷ വിലക്കയറ്റവും പ്രതിസന്ധിയും പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് സമരം സംഘടിപ്പിച്ചു. ചാവക്കാട് ഹോച്ച്മിൻ സ്മാരക മന്ദിരത്തിൽ നിന്നാരംഭിച്ച മാർച്ച് നഗരം ചുറ്റി ചാവക്കാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ കമ്മിറ്റി അംഗം M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷീജ പ്രശാന്ത്, ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ഷൈനി ഷാജി, മാലിക്കുളം അബ്ബാസ്, P യതീന്ദ്രദാസ്, PS അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു.
വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് ശ്മശാന നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയ ഉപവാസ സമരം BJP സംസ്ഥാന സമിതി അംഗം ദയാനന്ദൻ മാമ്പുള്ളി ഉദ്ഘാടനം ചെയ്തു. BJPയുമായി ഇടതും വലതും ഡീലാണെന്ന് പരസ്പരം പറഞ്ഞു നടക്കുന്നവർ യഥാർത്ഥത്തിൽ വടക്കേക്കാട് പഞ്ചായത്തിലുള്ള UDF LDF ഡീൽ മറച്ചുവെക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നതെന്ന് ദയാനന്ദൻ ആരോപിച്ചു. ശ്മശാനം പൊട്ടിത്തെറിച്ചാൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. വടക്കേക്കാട് ശ്മശാനത്തിൽ ഇവിടെ ശവം മറയുമ്പോൾ പാതി വന്നതാണ് പുറത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ പൊന്നിയൂർ പഞ്ചായത്തിലെ ശ്മശാനം ഞാൻ വീണ്ടും പറയാ, 1,40,00,000 രൂപയ്ക്ക് നിർമ്മിച്ച ശ്മശാനം അതിനെ പൊട്ടിത്തെറിച്ചു. വളരെ വില കുറഞ്ഞ സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ വൻ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ആ തട്ടിപ്പ് നടത്തിയത് കൊണ്ടാണ് ഇന്ന് ശ്മശാനം പൊട്ടി. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതിന് കൺമുമ്പിലുള്ള വസ്തുതയാണ് 2012 തുടക്കം കുറിച്ച ശ്മശാന നിർമ്മാണം ഇതുവരെയായിട്ടും പൂർത്തിയാവാത്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ് കിളിയമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി. BJP നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ തറയിൽ, യുവമോർച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് കാളിദാസൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് KC രാജു, പ്രദീപ് പണിക്കശ്ശേരി, മനീഷ് കുളങ്ങര, മഹിളാ മോർച്ച ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് സിന്ധു ശശീന്ദ്രബാബു, സ്വപ്ന അനിൽ, ദീപ ബാബു, മഹിളാ മോർച്ച പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീലക്ഷ്മി ഗോകുൽ, സെക്രട്ടറി സിനി വിനോദ്, വൈസ് പ്രസിഡന്റ് അഞ്ജു അനിൽ, പ്രവീണ ജിനീഷ്, മിനിദാസൻ, മണ്ഡലം കമ്മിറ്റി അംഗം EM ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികളായ സുഭാഷ് വെള്ളത്ത്, KB സുരേഷ്, T മുകുന്ദൻ, ശശി വാക്കയിൽ, ജ്യോതിഷ് തിരുവളയന്നൂർ തുടങ്ങിയവർ പങ്കെടുത്തു. VS സരോജയുടെ ആദ്യ ചെറുകഥാ സമാഹാരമായ മൗനനൊമ്പരം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം എഴുത്തുകാരിയും അധ്യാപികയുമായ ഡോക്ടർ സോയ ജോസഫ് നിർവഹിച്ചു. ജീവിതാനുഭവങ്ങളിൽ നിന്നും ഉടലെടുക്കുന്ന ഗ്രാമീണ പശ്ചാത്തലമുള്ള കഥകൾക്ക് ഏറെ ഉൾക്കാമ്പുണ്ടെന്ന് സോയ പറഞ്ഞു. ഗ്രാമീണ വായനശാല പ്രസിഡന്റ് ഡെന്നിസ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു. പോർക്കുളം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തമ്പി ജോബ്, മെമ്പർ പ്രവീൺ കുമാർ, മങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിജി ഡേവിഡ്, ഹെഡ് മിസ്ട്രസ് ജിൻസി, PP ജയൻ എന്നിവർ സംസാരിച്ചു. പ്രമോദ് മാധവൻ സ്വാഗതവും KU രവി നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ ഗോപുര കവാടത്തിന് സമീപം നവീകരിക്കുന്ന ദീപസ്തംഭത്തിന്റെ കാൽനാട്ട് കർമ്മം നടന്നു. അടിഭാഗം ചെമ്പോലയിൽ പൊതിഞ്ഞ നിലമ്പൂർ തേക്ക് കഴയാണ് കാൽനാട്ടി സ്ഥാപിച്ചത്. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതല വഹിക്കുന്ന തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, മനോജ് B നായർ, MU ഷിനിജ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. നവീകരണത്തിന്റെ ഭാഗമായി ദീപസ്തംഭം ഇളക്കി മാറ്റിയപ്പോൾ ലഭിച്ച 100 വർഷത്തിലേറെ പഴക്കമുള്ള നാണയങ്ങൾ മണ്ണിൽ തിരികെ നിക്ഷേപിച്ചു. ഒപ്പം നിലവിലെ പുതിയ നാണയങ്ങളും സമർപ്പിച്ചു. തുടർന്ന് തേക്ക് കഴയിൽ ക്ഷേത്രത്തിൽ നിന്നെത്തിച്ച തുളസിമാലകളും ചാർത്തി. 1909 ദീപസ്തംഭം വഴിപാടായി സമർപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയും പ്രഗത്ഭ അഭിഭാഷകനും കോൺഗ്രസിന്റെ ആദ്യ മലയാളി പ്രസിഡന്റുമായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ കുടുംബാംഗങ്ങളുടെ ആഗ്രഹപ്രകാരം തേക്ക് കഴയാലാണ് നവീകരിച്ച ദീപസ്തംഭം നിർമ്മിക്കുന്നത്. ദീപസ്തംഭം നവീകരണം വഴിപാടായി സമർപ്പിക്കുന്ന പൊന്നാനി സ്വദേശി സനൽ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ M രാധ, പ്രമോദ് കളരിക്കൽ, മരാമത്ത് ചീഫ് എഞ്ചിനീയർ MV രാജൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK അശോക് കുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VB സാബു, ദേവസ്വം PRO വിമൽ G നാഥ്, ശില്പി എളവള്ളി നന്ദൻ, ശില്പി മായന്നൂർ രാമകൃഷ്ണൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തിരുവത്ര ഗ്രാമക്കുളം പ്രദേശത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥയിലും അശാസ്ത്രീയമായ കാന നിർമ്മാണത്തിലും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് UDF 31 വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. പ്രവാസി കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് ഷുക്കൂർ കോനാരത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി KV ലാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഹാഷിം തിരുവത്ര, യൂത്ത് ലീഗ് ചാവക്കാട് മുനിസിപ്പൽ പ്രസിഡന്റ് ഹാഷിം മാലിക്, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അലിക്കുഞ്ഞി, തിരുവത്ര കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിമാരായ അസീസ് മാടമ്പി, അബ്ബാസ് താഴത്ത്, മാസിന നിഷാദ്, EP ഷാഫി, MS സലീഹ് തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ദീർഘനാളത്തെ അവധിയിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസ് പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു.
സ്വകാര്യ വ്യക്തിക്ക് നിയമവിരുദ്ധമായി പെർമിറ്റ് നൽകാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സെക്രട്ടറിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നും സമ്മർദ്ദവും ഭീഷണികളും സഹിക്കാൻ വയ്യാതെയാണ് സെക്രട്ടറി അവധിയിൽ പ്രവേശിച്ചതെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ആരോപിച്ചു. സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയിട്ട് പെർമിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അത് നിയമപരമായിട്ട് അത് വിരുദ്ധമാണ് എന്നുള്ളത് സെക്രട്ടറി മനസ്സിലാക്കിയപ്പോൾ അതിനെ ശാഠ്യം പിടിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചായത്ത് ഭരിക്കുന്ന പ്രസിഡന്റിൻ്റെയും സമ്മർദ്ദം സഹിക്കവയ്യാതെ വളരെ അങ്ങേറ്റമുള്ള പലതരത്തിലുള്ള ഭീഷണികളെ തുടർന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി ഇവിടുന്ന് പല അവധികളും കാരണങ്ങളും പറഞ്ഞിട്ട് പോയിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. LDF ഭരണസമിതിയുടെയും പ്രസിഡന്റിന്റെയും ഭാഗത്തു നിന്നുള്ള ഇത്തരം പ്രയാസങ്ങൾ കാരണം പഞ്ചായത്തിലെ 6ഓളം ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലം മാറ്റത്തിനായി എഴുതിക്കൊടുത്തിരിക്കുകയാണെന്നും ഷറഫു പന്നിത്തടം പറഞ്ഞു. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പഞ്ചായത്ത് ഭരണാധികാരികളുടെ ഇത്തരം നടപടികൾക്ക് എത്രയും വേഗം പരിഹാരം കണ്ട് പഞ്ചായത്ത് സെക്രട്ടറിയെ തിരികെ എത്തിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്ന് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, INTUC മോട്ടോർ വാഹന യൂണിയൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് VM ഇബ്രാഹിം, മണ്ഡലം സെക്രട്ടറിമാരായ VS ബാലകൃഷ്ണൻ, KA അഷ്റഫ്, PM മുസ്തഫ, TS ശ്രീജിത്ത്, ഹുസൈൻ കടങ്ങോട്, സുനിത് മണ്ടമ്പറമ്പ്, ജാക്സൺ പുലിക്കോട്ടിൽ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അപ്പോൾ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ മാറ്റിക്കൊണ്ട് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് ഭരണാധികാരികൾ എന്ന് പറയുന്നത് അതിൻ്റെ വലിയൊരു വിഷയത്തിലേക്കാണ് പോകുന്നത്, വലിയൊരു വിഷമത്തിലേക്കാണ് പോകുന്നത്, വലിയൊരു പ്രയാസത്തിലാണ് ജനങ്ങൾ. ഇതിന് എത്രയും വേഗം പെട്ടെന്ന് പരിഹാരം കണ്ട് പഞ്ചായത്ത് സെക്രട്ടറി ഉടനടി പഞ്ചായത്തിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ ഇതിന് വേണ്ടപ്പെട്ട ആളുകൾ അധികൃതർ കണ്ണു തുറക്കണമെന്നാണ് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയാനുള്ളത്. 2026-27 അധ്യയന വർഷത്തെ അക്കാദമിക് കലണ്ടർ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി. വിദ്യാഭ്യാസ വകുപ്പിന്റെ അക്കാദമിക് പ്രവർത്തനങ്ങൾ, പരീക്ഷകൾ, അവധികൾ, പ്രാക്ടിക്കൽ പരീക്ഷകൾ, മാതൃകാ പരീക്ഷകൾ, വാർഷിക പരീക്ഷകൾ എന്നിവ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കലണ്ടർ മുഖ്യമന്ത്രി VD സതീശനും വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനും ചേർന്നാണ് പുറത്തിറക്കിയത്. LP സ്കൂളുകളിലെ ശനിയാഴ്ച പ്രവൃത്തി ദിനം ഒഴിവാക്കിയിട്ടുണ്ട്. UP HS വിഭാഗങ്ങളിൽ 5 ശനിയാഴ്ചകൾ അധിക പ്രവൃത്തി ദിനങ്ങളായിരിക്കും. ഓഗസ്റ്റ് 10 മുതൽ 21 വരെയായിരിക്കും ഓണപരീക്ഷ. ഓഗസ്റ്റ് 21-ന് ഓണാവധിക്ക് സ്കൂൾ അടയ്ക്കും. ഓഗസ്റ്റ് 31-നായിരിക്കും അവധിക്ക് ശേഷം സ്കൂൾ തുറക്കുന്നത്. ക്രിസ്മസ് പരീക്ഷ ഡിസംബർ 10-ന് തുടങ്ങി 18-ന് അവസാനിക്കും. ഡിസംബർ 18-നാണ് ക്രിസ്മസ് അവധിക്ക് സ്കൂൾ അടയ്ക്കുക. ഡിസംബർ 28-ന് സ്കൂൾ തുറക്കും. +2 പ്രാക്ടിക്കൽ പരീക്ഷ 2027 ജനുവരി 20 മുതലും SSLC പരീക്ഷകൾ 2027 മാർച്ചിലും നടക്കും. +1, +2 പരീക്ഷകൾ മാർച്ച് 2-ന് ആരംഭിച്ച് 29-ന് അവസാനിക്കും. കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിന്റെ 2026-27 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് പ്രാർത്ഥന ആരംഭിച്ചതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികളെ കളഭം തൊട്ട് സ്വീകരിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് M ചീരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷയും കൗൺസിലറുമായ ആർഷ ജിജു, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മിഷ സെബാസ്റ്റ്യൻ, കൗൺസിലർ ശ്രീജിത്ത് അവൻ, സ്കൂൾ പ്രിൻസിപ്പൽ ലിസി NJ, AS ഗിരീഷ് കുമാർ, ബെൻസൺ വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തു. വേണ്ടത്ര സർക്കാരിൻ്റെ സഹായങ്ങളെ കൊണ്ട്, നാമമാത്രമായ സഹായം കൊണ്ട് പ്രവർത്തിക്കുന്ന അജിതേട്ടനെ പോലെയുള്ള ഇതിൻ്റെ ബോർഡ് മെമ്പർമാർ നാട്ടുകാരിൽ നിന്ന് സംഭാവന പിരിച്ചെടുത്തുകൊണ്ട് ഏറ്റവും വലിയ സാമൂഹ്യ സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ചെറിയ കാര്യമല്ല. ഇതിനെത്ര കണ്ട് ഒരു നഗരസഭയും അല്ലെങ്കിൽ ഗവൺമെൻറ്റും സഹായിച്ചാലും മതി വരില്ല. പുന്നൂർകുളം കുന്നത്തൂർ നാലപ്പാടൻ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ പുസ്തക പ്രകാശനവും കവിയരങ്ങും ജൂൺ 7 ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊന്നൂർകുളം സർവീസ് സഹകരണ ബാങ്ക് KG കരുണാകര മേനോൻ സ്മാരക ഹാളിൽ ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന കവിയരങ്ങിൽ ഹക്കീം വെളിയത്ത് മോഡറേറ്ററാകും. നിരവധി എഴുത്തുകാർ പങ്കെടുക്കും. തുടർന്ന് വൈകിട്ട് 4 മണിക്ക് മൗനവാതിൽ പക്ഷി എന്ന വന്നേരിയിലെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ ഏഴിയിൽ അബ്ദുള്ളയുടെ 2ാമത് കവിതാ സമാഹാരം NK അക്ബർ MLA പ്രകാശനം ചെയ്യും.
അമേരിക്കൻ മലയാളി എഴുത്തുകാരൻ അബ്ദുൾ പുന്നയൂർക്കുളം പുസ്തകം ഏറ്റുവാങ്ങും. നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി വൈസ് പ്രസിഡന്റ് ടി കൃഷ്ണദാസ് മോഡറേറ്ററാകും. പ്രസിഡന്റ് ടി.പി. ഉണ്ണി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ടി. മോഹൻ ബാബു പുസ്തക പരിചയം നടത്തും. പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി, വാർഡ് മെമ്പർ അനിത ധർമ്മൻ, പുന്നയൂർക്കുളം സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി. ഗോപാലൻ, രമണി അശോകൻ നാലപ്പാട്ട്, വന്നേരി ഹയർ സെക്കൻഡറി സ്കൂൾ HM എസ് അജിത, നാലപ്പാടൻ മെമ്മോറിയൽ സാംസ്കാരിക സമിതി വൈസ് പ്രസിഡന്റ് ചോ മുഹമ്മദ് ഉണ്ണി തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. കവി, നാടകകൃത്ത്, കഥാകൃത്ത്, ഗാനരചയിതാവ് എന്നീ നിലകളിൽ ശ്രദ്ധേയനായ എഴുത്തുകാരൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് മൗനവാതിൽ പക്ഷി. 78 കവിതകളടങ്ങിയ 130 പേജുള്ള പുസ്തകത്തിന്റെ കവർ ഫോട്ടോ സജൻ കുമാറും കവർ ഡിസൈനിങ് സുജിലി ക്രിയേറ്റീവ്സും നിർവഹിച്ചു. കൊല്ലം മഷി ബുക്സാണ് പ്രസിദ്ധീകരണം നടത്തിയത്. വാർത്താ സമ്മേളനത്തിൽ അബ്ദുൾ പുന്നയൂർക്കുളം, കവി ഏഴിൽ അബ്ദുള്ള, ചോ മുഹമ്മദ് ഉണ്ണി, സക്കരിയ കുന്നച്ചം വീട്ടിൽ, ടി രാമദാസ്, എൻ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് 2 വലിയ ക്ലോക്കുകൾ വഴിപാടായി ലഭിച്ചു. കോഴിക്കോട് സ്വദേശി ദിനകറാണ് 3 അടി വലിപ്പമുള്ള ക്ലോക്കുകൾ സമർപ്പിച്ചത്. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥും തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടും ചേർന്ന് ക്ലോക്കുകൾ ഏറ്റുവാങ്ങി. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, മനോജ് ബി നായർ, MU ഷിനിജ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മൂക്കുതല വാര്യർ മൂലയിലെ മാസ് ടൈലറിംഗ് സ്ഥാപനത്തിലൂടെ 5.5 പതിറ്റാണ്ടിലേറെയായി തയ്യൽ തൊഴിൽ ജീവിതമാക്കിയ ശിവദാസൻ എന്ന ദാസേട്ടൻ തന്റെ ജീവിതയാത്ര തുടരുകയാണ്. അധ്വാനത്തിന്റെയും കൃത്യതയുടെയും അപൂർവ മാതൃകയാണ് 68-കാരനായ ഈ തയ്യൽ തൊഴിലാളി. മൂക്കുതല വടക്കുമുറി മഠത്തിൽ കേശവൻ നായരുടെയും മാധവിയമ്മയുടെയും രണ്ടാമത്തെ മകനായ ശിവദാസന് തയ്യൽ തൊഴിലോടുള്ള താൽപര്യം ആരംഭിച്ചത് ബാല്യകാലത്താണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ ആ ഇഷ്ടം പിന്നീട് ജീവിതമാർഗമായി മാറി. പഠനത്തോടൊപ്പം അഭ്യസിച്ച തയ്യൽ കലയിൽ പ്രാവീണ്യം നേടിയ അദ്ദേഹം 10 വർഷത്തിനുള്ളിൽ സ്വന്തമായി തയ്യൽക്കട ആരംഭിച്ചു. ആ യാത്ര ഇന്നും അതേ ആവേശത്തോടെയും ആത്മാർത്ഥതയോടെയും തുടരുകയാണ്. തുണിത്തരങ്ങൾ മാത്രമല്ല, മനുഷ്യരുടെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഓർമ്മകളും നൂലിഴകളാൽ തുന്നിച്ചേർക്കുന്ന ശില്പിയാണ് ദാസേട്ടൻ. പിന്നെ തൊഴിൽ കണ്ടെത്തേണ്ട തുന്നപ്പണിക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ എന്റെ ഒപ്പം അവിടെ വേറെ ഒരു പാർട്ടി വരുന്നു. അപ്പൊ മൂപ്പരോട് പറഞ്ഞിട്ട്, അപ്പൊ മൂപ്പരോട് മൂപ്പര് റെക്കമെൻഡാ കയറിയ ആ ആളെ പേരാണ് മാധവൻ. മാധവൻ എന്നെ കൊണ്ട് അവിടെ മൊയ്തുവിന്റെ അവിടെ ചേർത്തത്. സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് യൂണിഫോമുകൾ തുന്നുന്ന തിരക്കും വിവാഹ സീസണിൽ പുതുമണവാളന്മാർക്കുള്ള വസ്ത്രങ്ങൾ ഒരുക്കുന്ന തിരക്കുമെല്ലാം ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. 12 വർഷം പ്രവാസ ലോകത്ത് തയ്യൽ തൊഴിലാളിയായിരുന്നു. ചങ്ങരംകുളം, മൂക്കുതല മേഖലകളിലെ നിരവധി ടൈലർമാർ ഇദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ തൊഴിൽ മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. ഉഷയാണ് സഹധർമ്മിണി. സജീഷ്, ശരണ്യ എന്നിവർ മക്കളും ഹരിത, ദീക്ഷിത് എന്നിവർ മരുമക്കളുമാണ്. KURTC AC ലോ ഫ്ലോർ ബസ് അപകടാവസ്ഥയിൽ സർവീസ് നടത്തുന്നത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും മുഖവിലക്കെടുത്തില്ലെന്ന് പരാതി. തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന ബസിന്റെ ഇടതുവശം പൂർണ്ണമായി ചെരിഞ്ഞു പോകുന്നതാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. ആളുകളെ കയറ്റുന്നതിനായി പെരുമ്പിലാവ് ബസ് സ്റ്റോപ്പിൽ നിർത്തിയ ബസ്സിലെ ഡ്രൈവറോട് പൊതുപ്രവർത്തകൻ MA കമറുദ്ദീൻ ബസിന്റെ ലീഫ് പൊട്ടിയതായും ഒരു വശം പൂർണ്ണമായി ചെരിഞ്ഞു പോകുന്നതായുമുള്ള അപകട സാധ്യത സൂചിപ്പിച്ചെങ്കിലും ഡ്രൈവർ യാതൊരു കൂസലുമില്ലാതെ ബസ് മുന്നോട്ടെടുത്ത് പോയി എന്ന് പറയുന്നു. നിരവധി യാത്രക്കാരുള്ള ബസ് മാസങ്ങളോളമായി വൃത്തിയാക്കാത്ത നിലയിലായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. തുടർന്ന് ബസിന്റെ നമ്പറും വീഡിയോയും ഉൾപ്പെടെ ഗതാഗത മന്ത്രിക്ക് അയച്ചു നൽകിയതായും MA കമറുദ്ദീൻ പറഞ്ഞു. വിപണി. ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതിയ നിറച്ചാർത്തേകിക്കൊണ്ട് ശ്രീസ് സ്റ്റിച്ച് ആൻഡ് ഗ്ലോ കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളുടെ മായാലോകവും ഒപ്പം ലേഡീസ് ആൻഡ് ജെന്റ്സ് സ്റ്റിച്ചിങ്ങും ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് ശ്രീ സ്റ്റിച്ച് ആൻഡ് ഗ്ലോ ഗുരുവായൂർ റോഡിൽ ഗേൾസ് ഹൈസ്കൂളിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്.
സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ചടങ്ങിൽ സ്ഥാപന ഉടമകളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പങ്കെടുത്തു. ലേഡീസ് ആൻഡ് ജെന്റ്സ് സ്റ്റിച്ചിങ്, ഡിസൈനിംഗ്, എംബ്രോയിഡറി ആൻഡ് ആരി വർക്ക് തുടങ്ങിയ സേവനങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു. കൂടാതെ മികച്ച ബ്രാൻഡുകളുടെ കോസ്മെറ്റിക് ആൻഡ് സ്കിൻ കെയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ശ്രീ സ്റ്റിച്ച് ആൻഡ് ഗ്ലോ, തോലത്ത് ടവർ, മഹാത്മാഗാന്ധി റോഡ്, ഗേൾസ് ഹൈസ്കൂളിന് സമീപം, കുന്നംകുളം. ഫോൺ 9778395961 7025095161. രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ഓർഗനൈസേഷൻ മന്ദലാംകുന്നിന്റെ നേതൃത്വത്തിൽ അകലാട് ഉന്നതിയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഗാന്ധിഗ്രാമ പദ്ധതിയുടെ ഭാഗമായാണ് പഠനോപകരണ വിതരണം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീലാൽ ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ഓർഗനൈസേഷൻ പ്രസിഡന്റ് ഷർബനൂസ് പണിക്കവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. 20-ാം വാർഡ് മെമ്പർ ഷഹാന ഷിഹാബ്, പുന്നൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PK ഹസൻ, സോണി കാഞ്ഞാണി, ഷാജഹാൻ ആജിയാരകത്ത്, മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനാ ഭാരവാഹികളായ ഫാറൂഖ് മേത്തി, ഉമ്മർ തെച്ചാൻപുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 14,310 രൂപ, പവന് 1,14,480 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 280 രൂപ. ചരമം കടങ്ങോട് റൈസ് മിൽ സെന്ററിൽ കാളിയമാക്കിൽ പരേതനായ രാഘവന്റെ മകൻ ഗീതേഷ് നിര്യാതനായി. 45 വയസ്സായിരുന്നു. സംസ്കാരം ഷൊർണൂർ ശാന്തിതീരത്ത് നടത്തി. ശാന്ത മാതാവും ഗിരീഷ്, ഗിനിഷ, ഗിനിക എന്നിവർ സഹോദരങ്ങളുമാണ്. കോട്ടപ്പടി പൂക്കോട് സാംസ്കാരിക നിലയത്തിന് സമീപം താമസിക്കുന്ന ഇട്ടിക്കാട്ട് രാജൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. വിജയ ഭാര്യയും ശ്യാംരാജ്, ശില്പരാജ് എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന ധനകാര്യസ്ഥിതി വ്യക്തമാക്കിയുള്ള ധവളപത്രം പുറത്തിറക്കി സർക്കാർ. ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയെന്നും ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ധവളപത്രം പുറത്തിറക്കിയതിനു പിന്നാലെ സഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര്. മുന്നറിയിപ്പില്ലാതെ CCTVയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ KSEBയുടെ തൊഴിലാളികൾ മുറിച്ച് നശിപ്പിച്ച നിലയിൽ. സംഭവം ആർത്താറ്റ് സിംഹാസനപ്പള്ളിക്ക് മുന്നിൽ. ഇതോടെ മേഖലയിൽ വ്യാപകമായി ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കണക്ഷനുകൾ നിശ്ചലമായി. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം ഉയരുന്നു. പേരക്കുട്ടിയെ തെരഞ്ഞ് വീട്ടിലെത്തിയ പോലീസ് അമ്മൂമ്മയെ മർദ്ദിച്ചതായി പരാതി. പോലീസ് അതിക്രമത്തിൽ മർദ്ദനമേറ്റ ഗുരുവായൂർ താമരയൂർ രായമരക്കാർ വീട്ടിൽ പരേതനായ മോനുണ്ണിയുടെ ഭാര്യ 65 വയസ്സുള്ള ജമീലയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോപണങ്ങൾ നിഷേധിച്ച പോലീസ്. മോദി രാജ്യം ഭരിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ R. ബിന്ദു. ഇന്ധന വില വർധനവിനെതിരെ കുന്നംകുളം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. CPM നേതൃത്വത്തിൽ ചാവക്കാട് പോസ്റ്റ് ഓഫീസ് മാർച്ചും നടത്തി. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് ശ്മശാന നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പഞ്ചായത്ത് കമ്മിറ്റി ഉപവാസ സമരം നടത്തി. BJPയുമായി ഇടതും വലതും ഡീലാണെന്ന് പരസ്പരം പറഞ്ഞ് നടക്കുന്നവർ യഥാർത്ഥത്തിൽ പഞ്ചായത്തിലുള്ള UDF LDF ഡീൽ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന സമിതി അംഗം ദയാനന്ദൻ മാമ്പുള്ളി ആരോപിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.